ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 9 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വെജീറ്റ പുതിയൊരു ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ ഈയൊരു ഫോമിലുള്ള വെജീറ്റയെ കണ്ട് ഗ്രനോള ഷോക്ക് ആകുന്നു. വെജീറ്റ പറയും, ഇനി ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗ്രനോളയുടെ തലയ്ക്ക് തന്നെ ഒന്ന് കൊടുക്കുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം വെജീറ്റ ഗ്രനോളയുടെ ഈക്വൽ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. വെജീറ്റ എത്രയൊക്കെ അടി വാങ്ങുന്നുണ്ടെങ്കിലും അതുപോലെ തിരിച്ചു കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രനോളയുടെ തല പിടിച്ച് കറക്കി അങ്ങ് ആ ഒരു ഓൾഡ് സിറ്റിയിൽ പോയി വീഴുന്നു. വീണ ഉടൻ തന്നെ ഒന്നും തന്നെ നോക്കാതെ വെജീറ്റ ഒരു കിക്കും അങ്ങ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കിക്ക് നല്ല ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. ഗ്രനോള പറയും, ആരെടാ ഇവൻ, നേരത്തെ ഇത്ര പവർഫുൾ അല്ലെങ്കിലും ഇപ്പോൾ മുഴുവനായും ക്യാരക്ടർ തന്നെ മാറി. അതുപോലെ ഇവൻ അടി കൊടുക്കുന്നതിനനുസരിച്ച് എങ്ങനെ ഇവൻ പവർഫുൾ ആകുന്നേ എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് വെജീറ്റ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണെന്നും യൂണിവേഴ്സിലെ ഗോഡ്സിന്റെ അടുക്കുന്ന് നിന്നെപ്പോലെ വരം ചോദിച്ചു വാങ്ങാതെ സ്വന്തമായി ട്രെയിനിങ് ചെയ്ത് അച്ചീവ് ചെയ്ത് എടുത്തതാണെന്നൊക്കെ വെജീറ്റ പറയുന്നു. അതുകൂടാതെ ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജീറ്റ എത്ര തന്നെ അടി വാങ്ങുന്നോ അതിനനുസരിച്ച് പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെയും ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫൈറ്റിനിടയിൽ ഗ്രനോള ഒരു ബാരിയർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ പൊളിച്ച് ഗ്രനോളയ്ക്ക് അടി കൊടുക്കുന്നുണ്ട്. ഈ സമയം ഗ്രനോള പറയുന്നുണ്ട്, ഗോക്കു ചെയ്യുന്നത് പോലെ നീ എന്താണ് ഡോഡ്ജ് ചെയ്യാത്തത്? അതായത് അൾട്രാ ഇൻസ്റ്റിക്റ്റ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് സംഭവം ഉദ്ദേശിച്ചത്. ഈ ഒരു സമയം വെജീറ്റ പറയും, ഏത്, നീ ആ അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ കുറിച്ചാണോ പറയുന്നത്? അതൊരു ചീപ്പായിട്ടുള്ള ടെക്നിക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട്. ഗോക്കുവിൻ്റെ ബോഡിയിൽ സ്വന്തമായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളും. പക്ഷെ എൻ്റെ അങ്ങനെയല്ല, എനിക്കൊരു ഈഗോ ഉണ്ട്. ഇപ്പോൾ ഞാനുള്ള ഈ ഒരു ഫോമിന്റെ പേരാണ് അൾട്രാ ഈഗോ എന്നും വെജീറ്റ പറയുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റിന്റെ ശബ്ദം കേട്ട് ഗ്രനോളയുടെ ആ ഒരു നാമെക്കൻ പുറത്തേക്ക് വരുന്നു. ഇനി വല്ല ഫ്രീസയുടെ കൂടെയാണോ ഗ്രനോള ഫൈറ്റ് ചെയ്യുന്നത് എന്ന് പേടിച്ച് ഷോക്ക് ആകുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ വെജീറ്റയുടെ തലയിൽ ഒരു പഞ്ച് കൊടുക്കുന്നു. ഒന്നുമല്ല എന്ന് പറഞ്ഞ് വെജീറ്റ ഒരു കിക്കും അങ്ങ് കൊടുക്കുന്നു. ഇതേ സമയം ഗ്രനോള പറന്നു പോകുന്നുമുണ്ട്. അങ്ങനെ ഗ്രനോള കണ്ണിലുള്ള ആ ഒരു ഓട്ട്മീലിനെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഗ്രനോള പറയും, ഇനി നിന്റെ ആവശ്യമില്ല, ഞാനാണ് ഈ യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ്. അതിനുശേഷം വെജീറ്റയോട് പറയും, എനിക്ക് പവേഴ്സ് ഇല്ല, ഫൈറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെയല്ലേ നീ നേരത്തെ പറഞ്ഞത്, ഇനി ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ ബിൽഡിങ്സ് ഒക്കെ വലിച്ചെറിഞ്ഞ് വെജീറ്റയുടെ അടുത്തേക്ക് എറിയുന്നു. ഇതൊന്നും കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് വെജീറ്റയുടെ ആർമറും വലിച്ചെറിയുന്നു. ഇതേ സമയം ഓട്ട്മീലിലെ ഒരു സ്പേസ് ഷിപ്പ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം വീണ്ടും ഇവരുടെ ഫൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് പിന്നെയും ഫൈറ്റ് ചെയ്യുന്നതെങ്കിലും വെജീറ്റ നല്ല രീതിയിൽ അടിവാങ്ങിയിട്ടുണ്ടായിരുന്നു. അവസാനം വെജീറ്റയുടെ വായിൽ നിന്നും ബ്ലഡ് ഒക്കെ വരുന്നതായിട്ട് കാണാം. എത്രയൊക്കെ ഞാൻ അടി വാങ്ങിയാലും സ്ട്രോങ്ങർ ആകുമെന്ന് പറയുമ്പോൾ വെജീറ്റയുടെ നേരെ തന്നെ ഒരു ബ്ലാസ്റ്റ് വരുന്നു. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം ഗോക്കു മെല്ലെ എഴുന്നേൽക്കുന്നു. ഗ്രനോളയും വെജീറ്റയും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഗ്രനോള നേരത്തെ ഉള്ളതിനേക്കാൾ പവർഫുൾ ആയി എന്നും ഗോക്കുവിന് മനസ്സിലാകുന്നു. കൂടാതെ ഗോക്കു തന്റെ ബോഡി ഹീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ വെജീറ്റയുടെ കണ്ണൊക്കെ ലൈറ്റായിട്ട് മങ്ങാൻ തുടങ്ങുന്നു. എന്താടാ ഇത്, നല്ല രീതിയിൽ ഞാൻ അടി വാങ്ങിയോ എന്ന് വെജീറ്റ പറയും. ഇതേ സമയം ഗ്രനോള ആ ഒരു സ്നൈപ്പർ ആക്ടിവേറ്റ് ചെയ്യാൻ നേരം വെജീറ്റ ഇത് കണ്ട് ദേഷ്യപ്പെട്ട്, ഇനി എനിക്ക് പറ്റില്ല, ഇപ്പോൾ തന്നെ നിന്നെ തീർക്കണമെന്ന രീതിയിൽ വലിയൊരു ഡിസ്ട്രക്ഷൻ ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് മാത്രം നിന്റെ ബോഡിയിൽ വീണാൽ നീ തീർന്നു മോനെ എന്ന് പറയുമ്പോൾ തന്നെ ഗ്രനോളയെ കാണിക്കുന്നു. പതിയെ ഗ്രനോളയുടെ ആ ഒരു കണ്ണു ക്രാക്കായി റെഡ് കളറിലേക്ക് മാറുന്നു. അങ്ങനെ രണ്ട് കൈ കൊണ്ടും ആ ഒരു സ്നൈപ്പർ ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു ഡിസ്ട്രക്ഷൻ ബ്ലാസ്റ്റ് തന്നെ പൊട്ടിത്തെറിക്കുന്നു. വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ആണ് അവിടെ അത് ഉണ്ടാക്കിയത്. അങ്ങനെ ഈ ഒരു പൊട്ടിത്തെറിയിലൂടെ വെജീറ്റയുടെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായി. ഗ്രനോള പറയും, ഞാനിപ്പോൾ പവർഫുൾ ആകാൻ കാരണം അത് നീയാണ് വെജീറ്റ. ഇതേ സമയമായിരിക്കും നമ്മുടെ എലക്കിനെയും ടീമിനെയും കാണിക്കുന്നത്. അവർ എവിടെ എത്തി, ഗ്രനോള വിചാരിച്ചതുപോലെ ഒരാളല്ല എന്നും അവർക്ക് മനസ്സിലാകുന്നു. കുഴപ്പമില്ല, അവരുടെ ഫൈറ്റ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡ്രാഗൺ ബോൾ റഡാർ ഉണ്ടെന്നും പറയുന്നു. അതായത് ഇവർ ഫസ്റ്റ് എർത്തിൽ വന്ന സമയത്ത് ബുൾമയുടെ കയ്യിൽ നിന്നും കാണാതെ ഇവർ റഡാർ മോഷ്ടിച്ചിരുന്നു. അങ്ങനെ എലക്ക് പറയുന്നു,
ഇപ്പോൾ നമ്മളുടെ കയ്യിൽ റഡാർ ഉള്ളത് കൊണ്ട് തന്നെ ഡ്രാഗൺ ബോൾസ് കണ്ടുപിടിച്ച് നമ്മുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും നിറവേറണം എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അൾട്രാ ഈഗോ വെജീറ്റയെ കുറിച്ച് ഒരുപാട് സംശയം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് അറിയാം. നമുക്കതിനെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. വെജീറ്റയെ നല്ല മാസായി കൊണ്ടുവന്ന് ഇത്ര വേഗം ഡിഫീറ്റ് ആയോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി ഈ സ്റ്റോറിയിൽ പല കാര്യങ്ങളും നടക്കാനായിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.